ഇത് നമുക്കൊരു അടിപൊളി ചിക്കൻ സ്റ്റിക്ക് ഉണ്ടാക്കാം. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി കട്ട് ചെയ്തെടുത്തതും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇതൊന്ന് ചൂടായി കിട്ടിയാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും 3 ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ഫില്ലിംഗ് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയും 1 കോഴിമുട്ടയും കുറച്ച് ഉപ്പും 1 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ടാണ് കിട്ടണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതും ചില്ലി ഫ്ലക്സും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചുട്ടെടുക്കാം. ദോശ റെഡിയായി കിട്ടിയാൽ ഇതിന്റെ പുറം ഭാഗത്തായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ചെടുക്കാം. ഇതിന്റെ 2 ഭാഗവും സൈഡിലോട്ട് മടക്കി മുകളിലേക്ക് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.